Hi all, welcome to iPlus. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിൻ്റെ ഒരു 2-3 സൈക്കിൾസ് എടുത്തിട്ട് അവിടുത്തെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 2-3 സൈക്കിൾസിൻ്റെ നെറ്റ് ഇംഗ്ലീഷിൻ്റെ കട്ട് ഓഫുകൾ നോക്കാനായിട്ട് പോവാണ്. എത്രയാണ് കട്ട് ഓഫ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ആ ഒരു കട്ട് ഓഫിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ നെറ്റൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഇനി JRF ആയിരിക്കും നിങ്ങൾ എയിം ചെയ്യുന്നത്. സോ ഒരു JRFിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു ചെറിയ പെർസെൻറ്റേജ് എത്രയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അവരുടെ ക്വയറീസ് ആയിട്ട് അവരുടെ ഡൗട്ട്സ് ആയിട്ട് പറയുന്ന കാര്യമാണ് കട്ട് ഓഫ് എത്രയാണ്, അതുപോലെ തന്നെ എനിക്ക് കട്ട് ഓഫിൽ എത്താൻ പറ്റുന്നില്ല, അതിനുള്ള റീസൺ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഓക്കെ, ടെൻഷൻസിൻ്റെ പുറത്ത് കുട്ടികൾ ചോദിക്കുന്ന പല ഡൗട്ട്സ് ഉണ്ട്. സോ അതിനൊക്കെയുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജൂൺ 2024 നെറ്റ് ഇംഗ്ലീഷിൻ്റെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ്. ഓക്കെ, അതായത് ഓരോ കാറ്റഗറിയിലും ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ JRFിലും അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടും JRF അവാർഡ് ചെയ്തിട്ടുള്ളത് എത്ര പേർക്കാണ്, ആ ഒരു സർവേ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒരു ന്യൂ ഐഡിയ ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും അല്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന്. ഓക്കെ, എന്നാലും നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം. ഈ കട്ട് ഓഫിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് എത്താത്തത്, അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ബാരിയേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. സോ അതൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചൊരു തെറോ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടുത്ത എക്സാം നമ്മുടെ എക്സാം ആക്കി മാറ്റാൻ സാധിക്കും, ഇല്ലേ? നമ്മുടെ നെറ്റും നമ്മുടെ JRFും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലിരിക്കുന്ന ഒരവസ്ഥ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നെറ്റ് കിട്ടിയിട്ടുള്ളവരാണ് പിന്നീട് അവർക്കാണ് ഏറ്റവും വലിയൊരു വിഷമം നമ്മൾ കാണുന്നത്. അവർക്ക് JRF കിട്ടുന്നില്ല. JRFിനായിട്ട് അവർ കുറേ അറ്റംപ്റ്റ്സ് നടത്തുന്നു, കുറേ നാളുകൊണ്ട് ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. ഇനി ചില ആൾക്കാർക്ക് നമുക്കറിയാം, ഇപ്പോൾ PhD ഒള്ളി എന്നൊരു കാറ്റഗറി കൂടെ ഉണ്ടല്ലോ. ചില ആൾക്കാർക്ക് അവിടെ വരെ എത്താൻ സാധിക്കുന്നു, എന്നാൽ നെറ്റിലോട്ട് എത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ സമയത്തെയും കട്ട് ഓഫുകൾ ഓരോ കാറ്റഗറി വൈസ്, അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്ക്, OBC NCL കാറ്റഗറിയിൽ വരുന്നവർക്ക്, EWS SC ST PWD കാറ്റഗറി, ഓക്കെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലേ? സോ അവർക്കൊക്കെയുള്ള കട്ട് ഓഫുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഓക്കെ, എത്ര പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കട്ട് ഓഫ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സൈക്കിളിൻ്റെത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ ഉള്ള സൈക്കിൾസും കൂടെ എടുക്കുന്ന സമയത്ത് എത്രത്തോളം ഓരോ സൈക്കിൾസും മുന്നോട്ട് പോകുന്ന അനുസരിച്ചോളം എത്രത്തോളം ടൈറ്റ് ആയിട്ടാണ് ഈ എക്സാം വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലേ? കാരണം നമ്മൾ ഇപ്പം പലർക്കും പേടിയാണ് കട്ട് ഓഫ് നോക്കാനായിട്ട്. അയ്യോ കിട്ടുമോ കിട്ടത്തില്ലയോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പഠിക്കേണ്ടതെന്നൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ആ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണോ പോകുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചില വിട്ടുവീഴ്ചകളാണ് ഒരുപക്ഷെ നമ്മളെ നെറ്റിൽ നിന്നും JRFിൽ നിന്നും ഒക്കെ പിന്നിലേക്ക് വലിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ജൂൺ 2024 ഒരു കട്ട് ഓഫ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും നമ്മുടെ 2023 ജൂൺ സൈക്കിളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സൈക്കിളിൽ നിന്നും നമ്മൾ ഈ സൈക്കിൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കട്ട് ഓഫ് ഉയർന്നിട്ടുള്ളതായിട്ടാണ്. കട്ട് ഓഫിൽ എപ്പോഴും ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചില കേസസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 2 സൈക്കിൾസ് ആണല്ലോ എല്ലാ വർഷവും ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഫസ്റ്റ് സൈക്കിളിൽ നിന്നും സെക്കൻഡ് സൈക്കിളിലേക്ക് വരുമ്പം സെയിം രീതി തന്നെ കാണിക്കുന്ന ഒരു സ്കെയിൽ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും കട്ട് ഓഫുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് അത്രയും കൂടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത്രയും ആൾക്കാർ PG പാസ് ഔട്ട് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത്രയും ആൾക്കാർ നെറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് പോലെയുള്ള ഒരു സബ്ജക്റ്റിലെ നെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഒരു പേർപ്പസ് അല്ലെങ്കിൽ വാല്യൂ നിങ്ങൾക്കറിയാം, ഇല്ലേ? ടീച്ചിങ് പോലെ തന്നെ പല പ്രൊഫഷൻസിലും വെൽക്കം ചെയ്യപ്പെടുന്നവരാണ് ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെയൊക്കെ തന്നെ നമുക്ക് വളരെ വലിയൊരു ക്രൈറ്റീരിയ കൂടെയാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു യോഗ്യത കൂടെയാണ് ഈ നെറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. നെറ്റ് അഥവാ JRF അവാർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കട്ട് ഓഫിൽ വന്നിട്ടുള്ള വേരിയേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇവിടെ നമ്മൾ
നെക്സ്റ്റ് കട്ട് ഓഫ് എടുക്കുമ്പോഴും നമ്മൾ കാണുന്നത് 99.80 ഇവിടെ വരുമ്പോഴായാലും നമുക്ക് 99.80 എന്നുള്ള രീതിയിൽ നമുക്ക് കട്ട് ഓഫുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കട്ട് ഓഫുകളിൽ നല്ല രീതിയിലുള്ള വർധനവ് എല്ലാ വർഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡിസംബർ 2023 സൈക്കിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ ആ ഒരു നെറ്റും JRFും കിട്ടുന്ന ആൾക്കാർക്ക് അവരുടെ കട്ട് ഓഫിൽ വന്നിട്ടുള്ള ഒരു ഉയർച്ച. ഓക്കെ, അതായത് ഏറ്റവും ബെസ്റ്റ് പെർസെൻറ്റേജിലേക്ക് വരുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 സൈക്കിൾസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്തത് നിങ്ങളുടെ ഒരു സ്റ്റഡി ലെവൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു വാശിയും അവരുടെ ഒരു എക്സ്പോഷർ എത്രത്തോളം അവർ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്നവർക്ക് അതിനെ ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂറിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കണം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ അത്രത്തോളം അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇതേപോലെ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സൈക്കിൾസിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ 3 സൈക്കിൾസിൽ വന്നിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫിൽ വന്നിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എപ്പോഴും അതിനകത്ത് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ് നമുക്ക് ഈ കട്ട് ഓഫ് ഒക്കെ ക്രാക്ക് ചെയ്ത് നമ്മുടെ ഒരു എക്സാം നെറ്റ് അഥവാ JRF നേടിയെടുക്കാൻ സാധിക്കുന്നത്? വാട്ട് വി ഡു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫോക്കസ് ഓൺ ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ അനാലിസിസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ കണക്ഷൻസിലൂടെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം, അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതൽ പോസ്റ്റ് മോഡേൺ പീരീഡ് വരെയുള്ള നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ്, അല്ലെങ്കിൽ ഒരു ഓവറോൾ നോളജ് ഇതിന് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 60-65 ക്വസ്റ്റ്യൻസ് ആണ് അറിയാവുന്നതെങ്കിലും ഏജ് വൈസ് ലിറ്ററേച്ചർ അറിയാവുന്ന പ്ലസ് നമുക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ. പിന്നീട് നമുക്ക് അതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറിയാത്തത്. സോ അതിനകത്ത് തന്നെ ഏജ് വൈസ് ലിറ്ററേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏജ് വൈസ് ലിറ്ററേച്ചർ നോളജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തിലൊരു മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് 200 ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനകത്തിലെ ഒരു മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിരിക്കും. ഇനി അല്ലാത്ത ചോദ്യങ്ങളൊക്കെ വരുന്നത് ഏജ് വൈസ് ലിറ്ററേച്ചറിൽ നിന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിന് പുറമെ നമ്മൾ ഓരോ റൈറ്റേഴ്സിൻ്റെയും ടൈം പീരീഡ് മനസ്സിലാക്കി അവരുടെ വർക്ക്സ് ഒക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു അനാലിസിസ്. അടുത്തതായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഫോക്കസ് കൊടുക്കണം. ഓക്കെ, നെറ്റ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ധാരാളമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടാറുണ്ട്. നമുക്ക് പുതിയ പുതിയ വർക്ക്സ് ഒക്കെ എല്ലാ വർഷവും ആഡ് ഓൺ ചെയ്യപ്പെടാറുണ്ടെങ്കിൽ പോലും നമ്മുടെ പഴയകാല വർക്കും തിയറിയൊക്കെ അതുപോലെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്മാർട്ട് സ്റ്റഡിയാണ്. 10 യൂണിറ്റുകളാണ് നമുക്ക് നെറ്റ് ഇംഗ്ലീഷിനുള്ളത്. നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് 30 ദിവസത്തേക്ക്, അല്ലേ? സോ നമുക്ക് ഒരു 10 days 10 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോ യൂണിറ്റും നമുക്കൊരു ലിമിറ്റഡ് ഡേയ്സിൽ ഒരു 6 ദിവസമൊക്കെ വെച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത്, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബേസ് ചെയ്തൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 യൂണിറ്റുകളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കട്ട് ഓഫുകൾ ഉയർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റും JRFും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏജ് വൈസ് ലിറ്ററേച്ചർ പഠിക്കുക 10 യൂണിറ്റുകളോടൊപ്പം, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് ഐപ്ലസിനോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഐപ്ലസിൻ്റെ കോഴ്സസും ഇപ്പോൾ റണ്ണിങ് ആണ് ഈ ഒരു നെറ്റ് ഇംഗ്ലീഷിനായിട്ട്. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു.